മഴ തോരും മുൻപേ സീരിയലിലെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരുമില്ലാതെ ജീവിച്ചിരുന്ന അലീനയ്ക്ക് ഒരു നോക്കെങ്കിലും തൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തൻ്റെ അമ്മയെ കൺമുന്നിൽ കണ്ടിട്ടും ഒന്ന് അമ്മയെന്ന് വിളിക്കാൻ പോലും അലീനയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അമ്മയാവട്ടെ സ്വന്തം ചോരയാണെന്ന് മനസ്സിലാക്കാതെ ഒരു ശത്രുവിനെ പോലെയാണ് ഇപ്പോഴും അലീനയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അലീനയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഇതുകൊണ്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റാനായി ബബിതയുടെയും കൃഷ്ണമോളുടെയും രോഹിത്തിൻ്റെയും അതിനുപരി ബാലചന്ദ്രൻ്റെയും സ്നേഹം അലീനയ്ക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അലീനയുടെ ആ വലിയ നോവുകൾ മറക്കാൻ അലീനയെ സഹായിക്കുന്നത്. താൻ കാരണം തൻ്റെ അമ്മ ഇപ്പോൾ ആ വീട്ടിലില്ല, മറിച്ച് തന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മാത്രമേ വൈജ എന്ന താൻ ഇങ്ങോട്ടേക്ക് കയറി വരൂ എന്നുള്ള പ്രതിജ്ഞയിലായിരുന്നു അമ്മ. ആയൊരു വാശിക്ക് ഇപ്പോഴും ഒരു തരി പോലും മാറ്റമില്ല എന്നുള്ളതാണ് സത്യം. താനിനി ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുതെന്നും ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ തിരിച്ചു വന്നാൽ മക്കൾക്കൊപ്പം ഭർത്താവിനൊപ്പം അമ്മ നന്നായി തന്നെ ജീവിക്കും, അത് എനിക്ക് കാണണം, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാൻ തയ്യാറാണെന്നുള്ള പ്രതിജ്ഞയിലാണ് ഇപ്പോൾ അലീന നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കണ്ടുപിടിച്ച ആ വീട്ടിലേക്ക് താൻ പോവാൻ തയ്യാറാണെന്നുള്ള കാര്യം ബാലചന്ദ്രന് ഉറപ്പു നൽകിയിട്ടുണ്ട് അലീന. എന്നാൽ പക്ഷേ താൻ പോകുന്നത് തൻ്റെ സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്കാണെന്നുള്ള സത്യം ഇതുവരെ അലീനയ്ക്കറിയില്ല. അലീനയ്ക്കങ്ങനെ പോകാനുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഒരു സന്തോഷവും പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണമോളാവട്ടെ, ബബിതയാവട്ടെ, രോഹിത്താവട്ടെ ആരും തന്നെ തമ്മിൽ സംസാരം പോലും ഇല്ലാതായി. എല്ലാവർക്കും തന്നെ എന്തോ ഒരു വലിയ ഭാരമായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. ആ സമയത്തുണ്ടായിരുന്ന കളിച്ചിരികളും തമാശകളും പൊട്ടിച്ചിരികളും പോലും പയ്യെ മാഞ്ഞു തുടങ്ങിയിരുന്നു ആ വീട്ടിൽ. അലീനയെ സ്റ്റാൻലിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ബാലചന്ദ്രന് പോലും അലീന ആ വീട്ടിൽ നിന്ന് പോകുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷേ അലീനയുടെ നിർബന്ധപ്രകാരമാണ് ആ വീട്ടിൽ നിന്നും അലീന പോകുന്നത്. പക്ഷേ അവളുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്നുള്ള ഒരു ചെറിയൊരു സന്തോഷം ബാലചന്ദ്രൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബബിതയും കൃഷ്ണമോളും ബാലചന്ദ്രനോട് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അച്ഛാ, അലീന ചേച്ചി എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നത്? അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? നമ്മൾക്കിപ്പോൾ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിച്ചാൽ പോരെ? എന്തു രസമായിരുന്നു അലീന ചേച്ചി ഈ വീട്ടിലുള്ള ദിവസങ്ങൾ. ഇനിയിപ്പോൾ ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാവും ഈ വീട്ടിൽ നടക്കുക? എല്ലാവരുടെയും സന്തോഷവും കളിചിരിയും എല്ലാം നിന്നു പോകില്ല അച്ഛാ. കൃഷ്ണമോളും ബബിതയും അച്ഛനോട് സംസാരിക്കുന്നത് കേൾക്കുന്ന രോഹിത്തും അവരുടെ കൂടെ തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അവർ പറഞ്ഞത് ശരിയാണ് അച്ഛാ. എന്തിനാണ് അലീന ചേച്ചിയെ ഈ വീട്ടിൽ നിന്ന് മാറ്റുന്നത്? നമുക്കിവിടെ തന്നെ നിർത്തിയാൽ പോരെ ചേച്ചീനെ? ഇനിയിപ്പോൾ ചേച്ചി ഇവിടെ നിന്ന് പോകുന്നത് അമ്മ തിരിച്ചു വരാനാണെങ്കിൽ അമ്മ വന്നാൽ തന്നെ എന്താണ് ഈ വീട്ടിൽ മാറ്റം വരാൻ പോകുന്നത്? ഇനിയെല്ലാം പഴയതുപോലെ തന്നെ, ഒരു മിണ്ടാട്ടവുമില്ല, ഒരു കളിചിരിയുമില്ല, എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ നോക്കി ജീവിക്കും, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ അലീന ചേച്ചി ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെയാണോ അച്ഛ ഈ വീട്? അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടി നൽകാനൊന്നും ബാലചന്ദ്രന് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഒരു നിശബ്ദതയായിരുന്നു ബാലചന്ദ്രനുള്ളിൽ. മക്കളോടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മക്കളെ, അലീന ഈ വീട്ടിലുള്ളിടത്തോളം കാലം നിൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരില്ല. ഇനിയിപ്പോൾ വന്നാൽ തന്നെ അവളുടെ മക്കിട്ട് കയറി അലീനയെ ചീത്ത പറയുകയും ആട്ടി ഓടിപ്പിക്കുകയും ഇതൊക്കെ തന്നെയല്ലേ ഇനിയും കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അലീനയെ വേറൊരു വീട്ടിലേക്ക് മാറ്റാമെന്ന് ഞാനും സമ്മതിച്ചത്. അച്ഛാ, മറ്റൊരു വീടെന്ന് പറയുമ്പോൾ അലീന ചേച്ചിക്ക് അവിടെ എങ്ങനെയായിരിക്കും? എല്ലാവരും അലീന ചേച്ചിയെ നല്ലതുപോലെ സ്നേഹിക്കോ, നോക്കോ? അതൊക്കെ ഒരു വലിയൊരു സംശയമല്ലേ എന്ന് കൃഷ്ണമോള് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അലീന ആ വീട്ടിൽ സുരക്ഷിത തന്നെയായിരിക്കും.
ആ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും മറക്കും അല്ല അച്ഛാ? പിന്നെ നമ്മളെ വിളിക്കുകയോ കാണാൻ വരികയോ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അതെങ്ങനെയാണ് മോളെ അലീന നമ്മളെ മറക്കുന്നത്? അവളെക്കുറിച്ച് നിങ്ങളെല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ആരുമില്ലാതെ ജീവിച്ചിരുന്ന അലീനയ്ക്ക് ഒരു ചേച്ചിയുടെ സ്നേഹവും വാത്സല്യവും എല്ലാം കൊടുത്ത് നിങ്ങളെല്ലാവരും അലീനയെ സ്നേഹിച്ചിരുന്നതല്ലേ? അതൊക്കെ അലീന പെട്ടെന്ന് മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡൈനിങ് ടേബിളിലിരുന്ന് എല്ലാവരും സംസാരിക്കുന്നത് കേട്ട് കിച്ചണിൽ നിൽക്കുന്ന അലീനയ്ക്ക് തൻ്റെ കരച്ചിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരൊക്കെ ഇത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വെമ്പലിലായിരുന്നു അലീന. ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയ ബബിതയുടെ ഫോണിൽ തൻ്റെ അമ്മയുടെ മിസ് കോൾ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താണെന്നറിയാൻ ബബിത അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. നീ ഫോണും കൊണ്ട് എവിടെ നടക്കുകയാണ്? എത്ര തവണ ഞാൻ വിളിച്ചു നിന്നെ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഫുഡ് കഴിക്കാൻ പോയേക്കായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ കോള് വന്നത്. ഫോൺ റൂമിലിരിക്കല്ലേ, അതുകൊണ്ട് കേട്ടില്ല. അതാ കോൾ എടുക്കാൻ വൈകിയത്. എന്താ വിളിച്ചേ? എനിക്കെൻ്റെ മക്കളുടെ കാര്യം നോക്കിയല്ലേ കഴിയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണമല്ലോ നിങ്ങളെ. മക്കളെല്ലാവരും കൂടി ചേർന്ന് ആ അലീന ഒരുത്തിക്ക് വേണ്ടി എന്നെ തള്ളി പറഞ്ഞിരിക്കുകയല്ലേ. ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തായി. നിങ്ങളെല്ലാവരും കൂടി സന്തോഷിച്ച് അങ്ങോട്ട് ജീവിക്കുക. ഞാനായിട്ടിനി അങ്ങോട്ടേക്ക് കയറി വരില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പടിയിറങ്ങിയത്. വൈജയുടെ ഈ സംസാരം കേൾക്കുന്ന ബബിതയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുകയും വൈജയോട് വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മയൊന്ന് നിർത്തോ? ഇപ്പോൾ അലീന ചേച്ചി പോവാൻ പോവുകയാണ്. അമ്മക്കിപ്പോൾ സന്തോഷമായല്ലോ. അമ്മക്ക് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചും വരാം. ഇനി അലീന ചേച്ചിയുടെ കാര്യം പറഞ്ഞ് ഇവിടെ തല്ലുപിടിക്കേണ്ട കാര്യമൊന്നും അമ്മക്കിനി ഇല്ലല്ലോ. അലീന പോവാൻ പോകുന്നു എന്നോ? എങ്ങോട്ടേക്കാണെന്നാവോ പോണത്? ഇനി വീണ്ടും ബാലചന്ദ്രനെ പോയി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണോ ഈ പോക്ക്? അങ്ങനെയൊന്നുമല്ല അമ്മേ. അലീന ചേച്ചി ഇനി എന്നേക്കുമായിട്ട് പോവേണ്. ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അലീന ചേച്ചിക്കിപ്പോൾ അച്ഛൻ വേറൊരു ജോലി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. ജോലിയോ? എന്ത് ജോലി? ബാലചന്ദ്രൻ്റെ വല്ല ഷോപ്പിൽ വല്ല നിർത്താനാണോ ഇനി ബാലചന്ദ്രൻ്റെ പ്ലാൻ? അതാവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിട്ട് പോവുകയും ബാലചന്ദ്രനെ ഇടയ്ക്കിട്ട് കാണാൻ പോവുകയൊക്കെ ചെയ്യാലോ. അച്ഛൻ്റെ ഷോപ്പിലൊന്നുമല്ല അലീന ചേച്ചിക്ക് അച്ഛൻ ജോലി കൊടുത്തേക്കണത്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാ അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നത്? അലീന ചേച്ചിക്ക് വേറൊരു വീട്ടു ജോലിക്കാരി തന്നെയായിട്ടാണ് അലീന ചേച്ചിക്ക് അച്ഛൻ ജോലി വാങ്ങിച്ചു കൊടുത്തത്. അത് ഇവിടെ അടുത്തൊന്നുമല്ല, കുറച്ച് അകലെയാണ്. അച്ഛൻ്റെ വായിൽ നിന്ന് സ്റ്റാൻലി ജോസഫ് എന്നൊരു പേര് കേട്ടിരുന്നു. ആളുടെ വീട്ടിലേക്ക് എന്തോ ആണ് അലീന ചേച്ചിയെ കൊണ്ടുപോകുന്നത്. ബബിതയുടെ വായിൽ നിന്നും സ്റ്റാൻലി ജോസഫ് എന്ന പേര് കേൾക്കുന്ന വൈജ പെട്ടെന്ന് തന്നെ ഷോക്കാവുകയാണ്. കാരണം എവിടെയോ കേട്ട് പരിചയമുള്ള പേര്, തൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേര്. അതെന്താണ് ഇപ്പോൾ ബാലചന്ദ്രൻ അങ്ങനത്തെ ഒരു വീട്ടിലോട്ട് അലീനയെ അയക്കുന്നതെന്ന് ആലോചിക്കുകയാണ് വൈജ. കുറച്ചു നേരത്തേക്ക് മിണ്ടാതെ നിൽക്കുന്ന വൈജയോട് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? അപ്പോൾ തന്നെ വൈജയ്ക്ക് പിന്നെ മറുപടികളൊന്നും പറയാൻ ആ സമയത്ത് കഴിയുന്നുണ്ടായിരുന്നില്ല. നിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് വൈജ കുറച്ചു നേരത്തേക്ക് ആലോചിക്കുകയാണ്. ബാലചന്ദ്രൻ എന്തുകൊണ്ടായിരിക്കും സ്റ്റാൻലി ജോസഫ് എന്ന ആളുടെ വീട്ടിലോട്ട് അലീനയെ വീട്ടുജോലിക്ക് അയക്കുന്നത്? ഇനിയെങ്ങാനും തൻ്റെ ജീവിതത്തിൽ നടന്ന ആ വലിയ ദുരിത കഥകളെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുമോ? ഇനി അതായിരിക്കുമോ എന്നോടുള്ള ഈ അകൽച്ച? എന്തെന്നറിയാത്ത വളരെ ഒരു വിഷമഘട്ടത്തിലായിരുന്നു ആ സമയത്ത് വൈജ. ഞാൻ എത്രയൊക്കെ ചോദിച്ചിട്ടും ഒരക്ഷരം പോലും മാറ്റി പറയാതെ തൻ്റെ മകളാണ് അലീന എന്ന പിടിവാശിയിൽ നിന്നിരുന്ന ബാലചന്ദ്രന് ഇപ്പോൾ പെട്ടെന്ന് അലീനയെ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ കാരണം എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ എന്താണൊരു പോംവഴി എന്ന് ആലോചിക്കുമ്പോഴായിരുന്നു തനിക്ക് ഏട്ടന്മാരോട് ഈ വിവരങ്ങൾ പറഞ്ഞേക്കാം, അവർക്കെന്നെ സഹായിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തോടെ വൈജ ഗംഗേട്ടനെയും
ശിവേട്ടനെയും റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും വൈജയുടെ റൂമിൽ വന്ന് എന്താണ് വിവരമെന്ന് അന്വേഷിക്കുമ്പോൾ വൈജയുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു ടെൻഷൻ ആ സമയത്തുണ്ടായിരുന്നു. വൈജയുടെ മുഖത്തെ ടെൻഷൻ കാണുന്ന ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നിനക്ക് പെട്ടെന്നൊരു ടെൻഷൻ പോലെയൊക്കെ മുഖത്ത്? എന്താ പെട്ടെന്ന് ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞത്? ബാലചന്ദ്രനുമായി ഇപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഫോണിലൂടെ ഇനി എന്തെങ്കിലും ബാലചന്ദ്രൻ നിന്നോട് പറഞ്ഞോ? അതാണോ ഇപ്പോൾ ഞങ്ങളെ വിളിച്ചത്? ഗംഗേട്ടാ, ഞാനിപ്പോൾ ബബിതയെ വിളിച്ചിരുന്നു. ഇപ്പോൾ അലീനയെ ആ വീട്ടിൽ നിന്ന് ബാലചന്ദ്രൻ മറ്റൊരു വീട്ടിലേക്ക് ജോലിക്ക് അയക്കുന്നുവെന്ന് ബബിത പറഞ്ഞ് ഞാനിപ്പോൾ അറിഞ്ഞു. ഓ, അത് നല്ല കാര്യമാണല്ലോ. കാരണം നിനക്ക് കുറച്ച് സമാധാനമായില്ലേ? അലീനയെ എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റണമെന്നായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം. ഇപ്പോൾ അതുപോലെ തന്നെ നടന്നില്ലേ? പിന്നെന്താ പ്രശ്നം? ഗംഗാധരൻ പറഞ്ഞതിന് ശേഷം ശിവനും കൂടെ പറയുന്നുണ്ട്, അത് ശരി തന്നെയാണല്ലോ. കാരണം നീ ആ ഒരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടല്ലേ ബാലചന്ദ്രനുമായി പിണങ്ങി ആ വീട്ടിൽ നിന്നിറങ്ങി നീ ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ അലീന ആ വീട്ടിൽ നിന്നിറങ്ങിയില്ലേ? ഇനി നിനക്ക് സുഖമായല്ലോ വൈജെ. ഇപ്പോൾ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാലോ. രണ്ടുപേരുടെയും സംസാരത്തിന് ശേഷം വൈജ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. കാരണം ബബിത ഇപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ആ ഒരു ഷോക്ക് ഇപ്പോഴും എനിക്ക് വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ ശിവേട്ടനും ഗംഗേട്ടനും കൂടി മുഖത്തോട് മുഖം നോക്കി എന്താ പ്രശ്നമെന്ന് വൈജയോട് ചോദിക്കുന്നുണ്ട്. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. എന്തിനാ ഇത്ര ടെൻഷനാക്കുന്നത് ഞങ്ങളെയും കൂടി? നിങ്ങൾക്കറിയാമോ ബാലചന്ദ്രനും ഞാനും തമ്മിലുണ്ടാവുക പ്രശ്നങ്ങൾ? അലീന എന്ന ഒറ്റൊരുത്ത് കയറി വന്നതിന് ശേഷമാണ് ആ വീട്ടിൽ അത്രയ്ക്കും പ്രശ്നങ്ങളുണ്ടായത്. പക്ഷേ ബാലചന്ദ്രൻ എന്നോട് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനത് പലതവണ ബാലചന്ദ്രനോട് ചോദിച്ചതാണ്. പക്ഷേ അപ്പോഴെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ആയ സംസാരത്തിൽ നിന്നും മാറ്റിയിട്ടേ ഉള്ളൂ. എന്നാലും എന്തൊക്കെയോ ഒരു കാരണം അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അലീന ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളല്ല എന്നൊരു ഉറപ്പ് എനിക്ക് ഇപ്പോഴുമുണ്ട്. അത് ശരി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസവും. പക്ഷേ ഇപ്പോൾ ബബിത പറഞ്ഞിരുന്നു ബാലചന്ദ്രൻ അലീനയെ സ്റ്റാൻലി ജോസഫ് എന്നൊരാളുടെ വീട്ടിലോട്ടാണ് മാറ്റുന്നതെന്ന്. സ്റ്റാൻലി ജോസഫിനെ ഞാൻ കൂടുതലും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏട്ടന്മാരിക്ക്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്നതല്ലേ. എൻ്റെ പഴയ കാര്യങ്ങളും എല്ലാ വിഷമഘട്ടങ്ങളും എല്ലാം ഏട്ടന്മാർക്ക് അറിയാവുന്നതല്ലേ. ഇപ്പോൾ ബാലചന്ദ്രൻ ആളുടെ വീട്ടിലോട്ട് അലീനയെ മാറ്റുന്നറിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടിക്കടന്നിട്ടുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടായിരിക്കുമോ എന്നോട് ഇത്രയും വഴക്കിട്ടത്? ഒരുപാട് തവണ നിങ്ങളോട് ഞാൻ ചോദിച്ചതല്ലേ, എന്തെങ്കിലും ഒരു ക്ലൂ പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെയായിരിക്കും പ്രശ്നമെന്ന് നീയൊന്ന് മനസ്സിലാക്കി വൈജയെന്ന് പോലും നിങ്ങളാരും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രനോട് ഞാൻ ഇത്രയും ദേഷ്യത്തിൽ പെരുമാറിയത്. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ കഥകൾ ഒരിക്കലും ബാലചന്ദ്രൻ അറിയില്ല എന്നൊരു വിശ്വാസം എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതൊക്കെ ഒരു ഭയമായി തോന്നുകയാണ് ഗംഗേട്ട. കാരണം ഇതൊക്കെ അറിഞ്ഞ് എൻ്റെ മക്കൾ പോലും എന്നെ വെറുക്കും. അപ്പോൾ പിന്നെ അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുക? അവർക്കൊക്കെ എന്തോ വിലയാണ് എനിക്ക് തരിക? അപ്പോൾ ഞാൻ അവർക്കൊരമ്മയല്ലാതായി മാറില്ലേ? ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരുപാട് ടെൻഷനാവുകയാണ്. എന്താ ഇതിനൊരു പോംവഴി? ഇതൊക്കെ കേൾക്കുമ്പോഴും ഗംഗാധരനും ശിവശങ്കരനും തമ്മിൽ മുഖത്തോട് മുഖം നോക്കി പറയുന്നുണ്ട്, ഇതൊക്കെ എന്നെങ്കിലും ഒരിക്കൽ വൈജ അറിയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ നമ്മളുമായിട്ട് ഒരിക്കലും വൈജയോട് ഇതൊന്നും പറയരുതെന്ന് ബാലചന്ദ്രനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ വൈജ ഇതൊന്നും അറിയാതിരുന്നത്. ഇനിയിപ്പോൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല ശിവ. നമുക്ക് വൈജയോടെല്ലാം തുറന്നു പറയാം. ഇനി അവൾ തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. ശിവശങ്കരൻ അതോടൊപ്പം സമ്മതം മൂളി.
അതെ വൈജയ്, നീ അറിഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ബാലചന്ദ്രൻ നിന്റെ പഴയ കാലകഥകളെല്ലാം അറിഞ്ഞിരിക്കുന്നു. അത് ഞങ്ങളായിട്ടൊരിക്കലും പറഞ്ഞതല്ല. ബാലചന്ദ്രൻ എങ്ങനെയൊക്കെയോ അറിഞ്ഞു. അത് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളോട് ചോദിച്ചു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രനുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ നിർത്തിവെച്ചത്. നീ എപ്പോഴും ചോദിക്കുമായിരുന്നില്ലേ ആദ്യമൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് സംസാരിച്ചിരുന്ന എൻ്റെ ഏട്ടന്മാർ ഇപ്പോൾ എങ്ങനെയാണ് ബാലചന്ദ്രൻ്റെ വശത്ത് നിന്ന് സംസാരിക്കുന്നതെന്ന്. ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. ഞങ്ങൾ പിന്നെ എന്തു വേണം? കാരണം നീ ഞങ്ങളുടെ അനിയത്തിയല്ലേ. ഞങ്ങൾക്ക് നിൻ്റെ ഭാവി നോക്കണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഞങ്ങൾ പിടിച്ചു നിന്നത്. ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഇനി എല്ലാതും നീ അറിയണം. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരാം. ഒരു ദിവസം നിന്നായിട്ട് തല്ലുപിടിച്ച് ബാലചന്ദ്രൻ 2 ദിവസത്തേക്ക് കാണാതായത് നിനക്ക് ഓർമ്മയില്ലേ? ആദ്യ തുടക്കം അവിടെ നിന്നായിരുന്നില്ലേ? അപ്പോൾ വൈജ ആലോചിക്കുന്നുണ്ട്. ശരിയാണ് ഏട്ടാ, അതിൽ പിന്നെയാണ് ബാലചന്ദ്രൻ ഈ ഒരു മാറ്റം വന്നത്. ശരിയാ, കാരണം അന്ന് ബാലചന്ദ്രൻ എത്തിയത് എൻ്റെ വീട്ടിലേക്കായിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ബാലചന്ദ്രനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെയായിരുന്നു അന്ന് അയാളുടെ ആ വരവ്. ഒരുപാട് മദ്യപിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ബാലചന്ദ്രൻ അന്ന്. ബാലചന്ദ്രൻ്റെ പല പല ചോദ്യങ്ങളും ഒന്നും മറുത്തു പറയാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നിന്നെക്കുറിച്ച് അയാൾ ചോദിച്ചതെന്നറിയോ? പക്ഷേ ഞങ്ങൾക്കതിനൊന്നും മറുപടി തരാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ തെറ്റും നിൻ്റെ ഭാഗത്താണ് വൈജയ്. ഒന്നാലോചിക്കുമ്പോൾ ശരി തന്നെയല്ലേ? കാരണം അയാളോട് നമ്മളൊന്നും പറയാതെയായിരുന്നില്ലേ ആ വിവാഹം കഴിഞ്ഞത്. ഇപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭാര്യ പണ്ടൊരു കുഞ്ഞിനെ പ്രസവിച്ചെന്നു ഒക്കെ അറിയുമ്പോൾ ഏതൊരു ഭർത്താവിനും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഏട്ടൻ്റെ വായിൽ നിന്നും സത്യങ്ങൾ അറിയുന്ന വൈജ ഒരു നിമിഷം ഇല്ലാതായി പോയിരുന്നുവെങ്കിൽ എന്ന് പോലും ചിന്തിച്ചിരുന്നു. ആ സമയത്ത് താൻ നിൽക്കുന്ന ആ ഭൂമി ഒന്ന് പിളർന്നു പോയിരുന്നുവെങ്കിൽ എന്ന് പോലും വരെ വൈജക്ക് ആ നിമിഷം മനസ്സിൽ തോന്നിയിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ബാലചന്ദ്രനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ബാലചന്ദ്രൻ. എന്നാ പക്ഷേ ബാലചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങൾ അന്നാണ് അറിഞ്ഞത്. കാരണം നീ പ്രസവിച്ച നിൻ്റെ മകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം. പ്രസവത്തോടു കൂടി ആ കുഞ്ഞ് മരിച്ചെന്നാണ് ഞാൻ പോലും വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല വൈജയ്. ഗംഗേട്ടാ, എന്താണ് ഈ പറയുന്നത്? ആ കുഞ്ഞ് മരിച്ചിട്ടില്ലാന്നോ? അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അപ്പോൾ അതൊക്കെ കള്ളമായിരുന്നോ? അല്ല വൈജയ്, ഇതൊന്നും ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. പക്ഷേ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മളുടെ അച്ഛൻ മാത്രമാണ്. നമ്മളുടെ അച്ഛൻ ആ സമയത്ത് തന്നെ കുഞ്ഞിനെ മാറ്റി ഒരു ഓർഫണേജിൽ ഏൽപ്പിച്ചിരുന്നു. ആ കുഞ്ഞ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കാണാൻ നമ്മളുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചെത്തി. ആ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ എന്നോട് ചോദിക്കുമ്പോൾ ഒരു മറുപടിയും എനിക്ക് അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എനിക്കും അറിയില്ലായിരുന്നല്ലോ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷേ അയാൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടായിരുന്നു എൻ്റെ അടുത്തേക്ക് വന്നത്. അന്നത്തെ ബാലചന്ദ്രനോട് ഞാനൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, നിന്നെ ഒരിക്കലും ഈ വിവരങ്ങളൊന്നും അറിയിക്കരുതെന്ന്. പക്ഷേ ബാലചന്ദ്രൻ അതനുസരിച്ചു. അതുകൊണ്ടാണ് നീ ഇത്രയ്ക്കും പ്രശ്നങ്ങൾ അയാളോടുണ്ടാക്കിയിട്ട് പോലും മറുത്തൊരു വാക്കുപോലും നിന്നോട് അയാൾ ചോദിക്കാതിരുന്നത്. ഇത് ഇത്രയ്ക്കും പ്രശ്നങ്ങളാക്കാൻ കാരണം നീ ഒറ്റൊരുത്തി തന്നെയാണ് വൈജയ്. കാരണം നിൻ്റെ ഈ പിടിവാശിയായിരുന്നു ഇവിടം വരെ ഇതൊക്കെ കൊണ്ടുവന്നെത്തിച്ചത്. അത് നീ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നീ പലതവണ എന്നെ വിളിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും നിന്നെ ഞാൻ സമാധാനിപ്പിച്ച് പറഞ്ഞത്, നീ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, സമാധാനപ്പെട്ടിരിക്കുന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു വാക്കുപോലും നിനക്കന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴെല്ലാം നിനക്ക് വലുത് നിൻ്റെ ആത്മവിശ്വാസം മാത്രമായിരുന്നു. ഇതൊന്നും ബാലചന്ദ്രൻ ഒരിക്കലും അറിയില്ല എന്നുള്ളൊരു വിശ്വാസം നിനക്ക് എപ്പോഴും ഉണ്ടായിരുന്നു.
മാത്രമല്ല നിന്റെ അമിതമായ അഹങ്കാരം അതാണ് ഇവിടം വരെ നിന്നെ കൊണ്ടുവന്നെത്തിച്ചത്. ഇനി ബാലചന്ദ്രന് മുന്നിൽ നമ്മൾ താഴ്ന്നു തന്നെ നിൽക്കണം. കാരണം എല്ലാ ശരികളും അയാൾക്ക് മാത്രമാണ്. അപ്പോൾ ആ മരിച്ചുപോയെന്ന് പറഞ്ഞ കുഞ്ഞ് അതാരാ ഗംഗേട്ട? അത് മാത്രമെന്താ പിന്നെ ഒന്നും പറയാഞ്ഞത്? അത് വൈജയ്, നിനക്കറിയാം, നിന്റെ ഏറ്റവും വലിയ ശത്രു തന്നെയാണത്. ശത്രു? അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആൾ തന്നെയാണോ ഗംഗേട്ട? അതെ വൈജയ്, അലീന തന്നെയാണ് നിനക്ക് പിറന്ന നിന്റെ മകൾ. അലീന പക്ഷേ ഒരിക്കലും നിന്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി കയറി വന്നവളല്ല. ഒരു നോക്കെങ്കിലും തൻ്റെ അമ്മയെ കാണണമെന്നുള്ള വലിയ ആഗ്രഹം വെച്ച് ഈ പടിക്കൽ വന്ന് കയറിയവളാണവൾ. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു കാണില്ല. ബാലചന്ദ്രന് പക്ഷേ അലീനയുടെ കാര്യത്തിൽ എന്തൊക്കെയോ ചെറിയൊരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു ഫോൺ കോളിലൂടെ അലീന ആരാണെന്നുള്ള സത്യം ബാലചന്ദ്രൻ മനസ്സിലാക്കിയത്. അതല്ലെങ്കിലും അങ്ങനെയാണ് വൈജയ്, നമ്മൾക്കൊരു കാര്യം ജീവിതകാലം മുഴുവൻ മൂടിവെക്കാനൊന്നുമാവില്ല. അത് എന്നെങ്കിലും പുറത്തേക്ക് തന്നെ വരും. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുക തന്നെ ചെയ്യും. ഇനി എന്തായിത്തീരുമെന്നൊന്നും നമുക്കറിയില്ല ഈ ജീവിതം. ഇപ്പോൾ അലീനയെ സ്റ്റാൻലി ജോസഫിനെ ഏൽപ്പിക്കാനാണ് ബാലചന്ദ്രൻ നോക്കുന്നത്. ആളുടെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ അലീനയെ കൊണ്ടുവിടണമെന്നുള്ള ആഗ്രഹത്തിൽ ബാലചന്ദ്രൻ കണ്ടുപിടിച്ച് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലെത്തിക്കുകയാണ് അലീനയെ. തൻ്റെ ഏട്ടൻ്റെ വായിൽ നിന്നും എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്ന വൈജയ്ക്ക് മറുത്ത് ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതെല്ലാം താൻ വരുത്തി വച്ചത് തന്നെയാണ്. കാരണം ബാലചന്ദ്രനെ ഇത്രയ്ക്കും വാശി കയറ്റിയത് ഞാൻ തന്നെയാണ്. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമല്ലേ ഞാൻ തന്നെ അനുഭവിക്കേണ്ട ഗംഗേട്ട. അത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഏട്ടന്മാരോട് ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിൻ്റെ കതകടച്ച് വൈജ റൂമിൽ തനിച്ചിരുന്നു. ഇനി എന്തായിത്തീരും വൈജയുടെ ജീവിതമെന്ന് വഴിയേ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.